അങ്ങനെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ശരത്ത് പണം തട്ടിയെടുക്കുന്ന ആ വീഡിയോ ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയ മൊത്തം അങ്ങോട്ട് പരക്കുകയാണ് കേട്ടോ. ശരിക്കും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ. അതുകൊണ്ട് തന്നെ ശരത്തിനെ പലരും തിരിച്ചറിയാനായിട്ട് വരെ തുടങ്ങി. എന്തായാലും ഈ വീഡിയോയുമായിട്ട് ശ്രുതി ചന്ദ്രയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് നേരെ അത് ചന്ദ്രയ്ക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോ കാണുന്ന ചന്ദ്ര പറയുന്നുണ്ട്, അയ്യോ ദേ കണ്ടില്ലേ, എൻ്റെ കയ്യിൽ നിന്നും ദേ പണം തട്ടിയെടുക്കുന്ന കണ്ടില്ലേ, ഏത് മഹാഭാവിയാണോ എന്തോ. അത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിയുടെ പൈസ തട്ടിയെടുത്തവൻ്റെ മുഖം കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്, അത് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചന്ദ്രൻ നോക്കുമ്പോൾ ദാ നമ്മുടെ രേവതിയുടെ അനിയൻ ശരത്ത് തന്നെ. ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് കേട്ടോ ചന്ദ്രമതി. ഓഹോ, അപ്പം എൻ്റെ പണം മോഷ്ടിച്ചത് ആ പൂക്കാരിയും അവളുടെ കുടുംബവും ചേർന്നിട്ടാണല്ലേ? അല്ലെങ്കിലും അവളുടെ ആങ്ങള ഒരു കള്ള പിശാചാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. പണ്ടൊരിക്കൽ മയക്കുമരുന്ന് മോഷ്ടിച്ചതിനെ തുടർന്നല്ലേ അവൻ്റെ അച്ഛൻ മരിച്ചത് തന്നെ. അങ്ങനെയുള്ള ഇവൻ ഇനിയും മോഷ്ടിക്കും. അവനൊരു പെരുങ്കള്ളനാ ഭാമേ. മാത്രമല്ല ആ പൂക്കാരി തന്നെയായിരിക്കും ഈ ഐഡിയ അവന് പറഞ്ഞു കൊടുത്തതും. എന്തായാലും ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഞാൻ ആ പൂക്കാരിയുടെ വീട് വരെ പോവുക. എന്നാൽ ശ്രുതി ചോദിക്കുന്നുണ്ട്, ആൻറ്റി നമ്മൾ എന്തിനാ ഇപ്പം അങ്ങോട്ട് പോകുന്നത്? നമ്മുടെ വീട്ടിലേക്ക് അവനെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചാൽ പോരെ? അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് അവനെ വിളിച്ചു കയറ്റാനോ? ഇതിനകത്തേക്ക് കാല് കുത്താൻ പോലും ഞാൻ സമ്മതിക്കില്ല അവനെയൊന്നും. എനിക്ക് അവനെ അവിടെ ചെന്ന് വലിച്ചെടുത്ത് പോലീസിനെ ഏൽപ്പിക്കണം. നീ എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ വാ മോളെ. അങ്ങനെ ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് ചന്ദ്ര രേവതിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ രേവതിയുടെ വീട്ടിലാണെങ്കിൽ അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. സച്ചിയും രേവതിക്ക് പുതുതായിട്ട് വാങ്ങിച്ചു കൊടുത്ത ഫോണൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ദേവു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നു. അതേ സമയത്ത് സച്ചിക്ക് ഒരു സിം കാർഡുമായിട്ട് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ശരത്തിനെ വഴിയിൽ വച്ചിട്ട് ആൻ്റണി തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് ശരത്തിനോടായിട്ട് ആൻ്റണി ചോദിക്കുന്നുണ്ട്, അല്ല ശരത്തെ, നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ, നീ നമ്മുടെ താവളത്തിലേക്കൊക്കെ വന്നിട്ട് എത്ര കാലമായിടാ, എന്താ എന്നോട് വഴക്കിട്ടിരിക്കുകയാണോ? ശരത്ത് പറയുന്നുണ്ട്, എടാ നിന്നെപ്പോലുള്ള ഒരുത്തനോടൊക്കെ കൂട്ടുകൂടാൻ ഇനി എന്നെ കിട്ടില്ല. എൻ്റെ സഹോദരിയെ തള്ളിയിട്ടതും പോരാ, എന്നിട്ട് എന്നോട് ഇമാതിരി ചോദ്യം ചോദിച്ചുകൊണ്ട് വരുന്നോ എന്നൊക്കെ പറഞ്ഞ് ശരത്ത് ആൻ്റണിയോട് ദേഷ്യപ്പെടുമ്പോൾ, എടാ അത് പിന്നെ നിന്റെ ചേച്ചി ഒരുമാതിരി വർത്തമാനം പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ തള്ളിയിട്ടത്. എന്നാൽ ശരത്ത് പറയും, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നിനക്കറിയാലോ എനിക്കെൻ്റെ പെങ്ങള് കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ആരും. ഇനി മേലാൽ നീ എൻ്റെ കുറുകെ വന്നു പോരുത്. ആൻ്റണി പരിഹാസത്തോടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇനി നിന്റെ കുറുകെ വരുന്നത്? മിക്കവാറും പോലീസ് തന്നെയായിരിക്കും നിന്റെ കുറുകെ ഇനി വരാൻ പോകുന്നത്. ഇത് കേട്ട് ശരത്തിന് കാര്യം മനസ്സിലാകുന്നില്ല കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അപ്പം നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതേ നിന്റെ വീഡിയോ തന്നെയാടാ. ശരത്താണെങ്കിൽ അങ്ങനെ കേട്ടിട്ടും അതത്ര കാര്യമാക്കാതെ ആൻ്റണിയോട് സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്നും പോകാൻ തന്നെ തുടങ്ങുമ്പോൾ ആൻ്റണി ആ വീഡിയോ അങ്ങോട്ട് ശരത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാണുന്നതും ശരത്തും ഞെട്ടിപ്പോകുന്നു. ശരത്തിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ആൻ്റണി തന്നെയാണ് ഇതിന് പിന്നിലെന്ന്. നീ തന്നെയല്ലേടാ ഈ വീഡിയോ വൈറലാക്കിയതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനാടാ നിന്റെ വീഡിയോ വൈറലാക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഈ വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ലല്ലോ, നിന്റെ അളിയൻ്റെ കയ്യിലല്ലേ ഈ വീഡിയോ ഉണ്ടായിരുന്നത്. നിന്നോടുള്ള ദേഷ്യം കാരണം ആ സച്ചി തന്നെ ആയിരിക്കുള്ളൂ ഈ വീഡിയോ വൈറലാക്കിയത്. ശരത്തെ, അല്ലെങ്കിൽ നിനക്ക് സച്ചിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. അവൻ ആട്ടുംതോലിട്ട ചെന്നായെ, അവൻ നിന്റെ അടുത്ത് സ്നേഹത്തോടു കൂടി നിന്നിട്ട് നിന്നെ ചതിക്കായിരുന്നെന്നൊക്കെ ശരത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ആൻ്റണി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ശരത്ത് അപ്പോഴേക്കും സച്ചിയുടെ നന്മയെല്ലാം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ആൻ്റണിയുടെ വാക്കുകളൊന്നും വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇത് വൈറലാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് എത്രയോ മുമ്പ് തന്നെ ചെയ്യാമായിരുന്നു. സച്ചിയേട്ടൻ്റെ ഫോൺ ഇപ്പം മിസ്സായിരിക്കുകയാണ്, അതുകൊണ്ട് വീഡിയോ ചോർന്നതാവാനേ വഴിയുള്ളൂ എന്ന് ശരത്ത് ഉറപ്പിച്ചു പറയുമ്പോൾ ആൻ്റണി വീണ്ടും പറയുകയാണ്, എടാ ഇങ്ങനെയെല്ലാം പറഞ്ഞ് നിന്നെ അവൻ പറ്റിച്ചതാണടാ. അവൻ വീഡിയോ വൈറലാക്കിയതിന് ശേഷമായിരിക്കും അവൻ്റെ ഫോൺ അങ്ങോട്ട് കളഞ്ഞത്. ശരത്തെ, നീ എന്നെ ഒരു സുഹൃത്തായിട്ട് ഇപ്പോൾ കാണുന്നില്ലായിരിക്കാം, പക്ഷെ ഞാനിപ്പോഴും നിന്നെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് നീ എന്നോട് പിണങ്ങി നിൽക്കരുത്. നമ്മുടെ ടീമിലേക്ക് ചേരാൻ പറഞ്ഞ് ശരത്തിനെ വീണ്ടും വിളിക്കുകയാണ് കേട്ടോ ആൻ്റണി. എന്നാൽ ആൻ്റണിയുടെ വേലകളൊന്നും ശരത്തിൻ്റെ മുമ്പിൽ ഏൽക്കുന്നില്ല. ആൻ്റണിയെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ശരത്ത് അവിടുന്ന് പോകുക തന്നെയാണ് ചെയ്യുന്നത്. ആൻ്റണി ഇത് കാണുമ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെ ചാടിയ ചട്ടിയോളം, നീ ചട്ടിയിലേക്ക് വീഴാൻ പോകുന്ന ചെമ്മീനാണടാ. ഇപ്പം തന്നെ പോലീസ് നിന്നെ കൊണ്ടുപോയിക്കോളും എന്നിങ്ങനെ കണക്ക് കൂട്ടുകയാണ് കേട്ടോ ആൻ്റണി. ശരത്താണെങ്കിൽ നല്ല വിഷമത്തിലാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ഇതൊന്നും അറിയാതെ രേവതിയും ദേവും അമ്മയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിയേട്ടന് വേണ്ടിയുള്ള സിം എടുത്തെന്ന് പറഞ്ഞിട്ട് ശരത്ത് ആ സിം രേവതിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ദേവു ആണെങ്കിൽ നമ്മുടെ സച്ചി രേവതിക്ക് സമ്മാനിച്ച പുതിയ ഫോണുണ്ടല്ലോ, അത് പുറത്തേക്കൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ നോക്കുന്ന സമയത്താണ്
ചന്ദ്രയും ശ്രുതിയും കൂടെ രേവതിയുടെ വീട്ടിലേക്ക് വരുന്നത് കാണുന്നത്. അവരെ കാണുന്ന ദേവു ഉറക്കെ രേവതിയോട് പറയുന്നുണ്ട്, ദേ ചേച്ചിയുടെ അമ്മയും അതുപോലെ ചേട്ടത്തിയും വന്നിട്ടുണ്ടെന്ന്. ശരത്തിന് മനസ്സിലാവുന്നുണ്ട് ഇവർ ഇന്നതിനാണ് വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ശരത്ത് പൂജാ റൂമിൽ ചന്ദ്രയും ശ്രുതിയും തന്നെ കാണാതിരിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുന്നുണ്ട് പേടിയോടെ. രേവതിയുടെ അമ്മയും ഒക്കെ ചന്ദ്രയും ശ്രുതിയും ഇപ്പം എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര അകത്തേക്ക് കയറിയിട്ട് അവനിങ്ങോട്ട് ഇറക്കി വിടടി എന്ന് ഉറക്കെ പറയുകയാണ്. രേവതി ചോദിക്കുന്നുണ്ട്, ആരുടെ കാര്യമാണ് അമ്മ പറയുന്നതെന്ന്. നീയും നിന്റെ അമ്മയും കൂടെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ ഇവിടെ ഒരുത്തനെ, നിന്റെ ആങ്ങള, അവനെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ തന്നെ പറയുകയാണ് ചന്ദ്ര. രേവതിക്കും രേവതിയുടെ അമ്മയ്ക്കും ശരത്തിനെ എന്തിനാണ് ചന്ദ്രമതി തിരക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി ഇതിനിടയിൽ എവിടെടി അവൻ എന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിനെ തെരഞ്ഞ് വീട് മുഴുവൻ അരിച്ചു പെറുക്കുന്ന സമയത്ത് ശരത്ത് പൂജാമുറിയിൽ ഒളിച്ചു നിൽക്കുന്നത് കാണുന്നതും ശരത്തിനെ കുത്തിന് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ശരത്തിനോട്, എടാ നാണം കെട്ടവനെ, നീയാണല്ലേടാ എൻ്റെ പൈസ മോഷ്ടിച്ചത്, നിനക്ക് നാണം ഉണ്ടോടാ കള്ള, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ശരത്തിനെ പൊതിരെ തല്ലുകയാണ് ചന്ദ്രമതി. ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ രേവതിക്കും അമ്മയ്ക്കും ഒന്നും സാധിക്കുന്നില്ല. അവർക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേവതി ഓടിച്ചെന്ന് ചന്ദ്രയുടെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എൻ്റെ ആങ്ങളെ അടിക്കുന്നത്? അതിനുള്ള കാരണം എനിക്കറിയണം, എന്നിട്ട് അടിച്ചാൽ മതി, അല്ലെങ്കിലേ ഞാനിത് നോക്കി നിൽക്കില്ല. ചന്ദ്ര ഇപ്പോൾ ദേഷ്യത്തോടെ രേവതിയോട് പറയും, ഓഹോ എന്നെ തടുക്കാനൊക്കെ നീ ആയോ? അതിനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടല്ലേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ തല്ല് വാങ്ങേണ്ടി വരുമെന്ന് തോന്നല്ലോ. പിന്നെ ഞാൻ ഇവനെ അടിക്കുന്നതിൻ്റെ കാരണം നിനക്ക് അറിയണമല്ലേ? എടി, നീ നിന്റെ ആങ്ങളെ നന്നായിട്ട് വളർത്തണമായിരുന്നു. ഇവനെ കൊണ്ട് കളവൊക്കെ ചെയ്യിപ്പിച്ചിട്ടല്ലേടി നീ നിന്റെ കല്യാണം വരെ നടത്തിയത്. ഇപ്പം നിന്റെ അനിയത്തിയുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് നീ ഇവനെ അടുത്ത കളവിന് വിട്ടിരിക്കുകയാണോടി? അതും എൻ്റെ കയ്യിൽ നിന്നാണോടി ഇവൻ പൈസ കക്കുന്നത് എന്നെല്ലാം ചന്ദ്രമതി അങ്ങനെ പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ പറയുന്ന പല കാര്യങ്ങളും ഞാൻ മിണ്ടാതിരുന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഞാൻ മിണ്ടായിരുന്നു കേൾക്കില്ല. അമ്മ എന്തിനാണ് എപ്പോഴും എൻ്റെ അനിയനെ കള്ള എന്ന് വിളിക്കുന്നത്? ശരിയാണ്, അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതവൻ്റെ അറിവില്ലാത്ത പ്രായത്തിൽ അവൻ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ അവൻ അങ്ങനെയല്ല. ഇതും കൂടെ കേൾക്കുന്ന ചന്ദ്ര, പിന്നെ ഇതെന്താടി എന്ന് ചോദിച്ചുകൊണ്ട് ശരത്ത് ചന്ദ്രയുടെ പൈസ മോഷ്ടിക്കുന്ന ആ വീഡിയോ ഉണ്ടല്ലോ, അതങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് രേവതിയെ. രേവതിയും രേവതിയുടെ അമ്മയും ഒക്കെ ദേവും ഒക്കെ ഇത് കണ്ടിട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. ശരത്തപ്പോൾ കരഞ്ഞുകൊണ്ട് രേവതിയുടെ കാല് പിടിച്ചുകൊണ്ട് പറയാണ്, ചേച്ചി ഞാൻ അറിയാതെ ഇത് ചെയ്തു പോയതാ. അന്ന് ഈ സ്ത്രീ എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ ഇവരോടുള്ള ദേഷ്യം കൊണ്ട് ആന്റണി പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്തു പോയതാ. എന്നാൽ രേവതി ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല. സമനില തെറ്റിയതുപോലെ ശരത്തിനെ പിടിച്ച് തല്ലുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട്, നീ എന്തിനാടാ ഞങ്ങളെ എല്ലാം ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത്? നിനക്ക് എന്താടാ പറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയും അതുപോലെ ലക്ഷ്മിയമ്മയും രണ്ടുപേരും ശരത്തിനെ നല്ലോണം അടിവെച്ച് കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ എൻ്റെ പൈസ മുഴുവൻ മോഷ്ടിച്ചതും പോരാ, എന്നിട്ട് നീ നിന്റെ പെങ്ങളുടെ കാലിൽ വീണ് മാപ്പ് പറയുന്നോ? നിന്നെപ്പോലുള്ള കള്ളന്മാരെയൊന്നും വെറുതെ വിടാൻ പറ്റില്ല, അതുകൊണ്ട് നീ ഇങ്ങോട്ട് ഇറങ്ങിക്കോ, നിന്നെ ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണെന്നും പറഞ്ഞ് ചന്ദ്ര ശരത്തിനെ കുത്തിന് പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടുകയാണ്. ഇതേ സമയം ആൾക്കാരൊക്കെ അങ്ങോട്ട് ഓടിക്കൂടുന്നുണ്ട്. രേവതിയാണെങ്കിൽ കാല് പിടിച്ച് ചന്ദ്രയോട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യല്ലേ, അവനും ഇനി ഒരു തെറ്റും ചെയ്യില്ലെന്നൊക്കെ. പക്ഷേ ചന്ദ്രമതി നല്ല കട്ട കലിപ്പിലാണ്. ആരടി നിന്റെ അമ്മ? നീ മേലാൽ നീ എന്നെ അമ്മയെന്നൊന്നും വിളിച്ചു പോരുത്, അല്ലെങ്കിൽ തന്നെ നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളാണ് തേടി കണ്ടുപിടിച്ച് എങ്ങുമില്ലാത്ത നല്ല സൽസ്വഭാവിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെയും അതിനു പറ്റിയ കുടുംബമെന്നും പറഞ്ഞുകൊണ്ട് നിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഈ കള്ള കുടുംബവുമായിട്ട് ബന്ധമുണ്ടാക്കിയ അയാളെ പറഞ്ഞാൽ മതിയല്ലോ എന്നെല്ലാം പറഞ്ഞ് രേവതിയെയും കണക്കിന് കുത്തി നോവിക്കുന്നുണ്ട് ചന്ദ്രമതി. ശേഷം ലക്ഷ്മിയമ്മയോടും പറയുന്നുണ്ട്, നിങ്ങളുടെ മോളെ ഇനി മുതൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിന്നാൽ മതി, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരാനുള്ള ഒരു യോഗ്യതയും ഇനി ഇവൾക്കില്ല. എൻ്റെ മകൻ്റെ ഭാര്യ എന്നുള്ള സ്ഥാനവും ഇനി ഇവൾക്കില്ല. ഇനി എൻ്റെ വീട്ടിലേക്കെങ്ങാനും ഇവളെ വിട്ടാ അപ്പം ഞാൻ ആരാണെന്നുള്ളത് നിങ്ങൾ അറിയും. രേവതിയാണെങ്കിൽ പിന്നെയും ചന്ദ്രമതിയുടെ കാല് പിടിച്ചുകൊണ്ട് കരയാണ്. അമ്മേ, ഞാനൊന്ന് പറയുന്നത് കേൾക്ക്, അവനെ കൊണ്ടുപോകല്ലേ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ചന്ദ്രമതി രണ്ടും കൽപ്പിച്ചാണ്, നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ടടി, ഇവനെ ഞാൻ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ പോവാന്ന് പറഞ്ഞ് ശരത്തിനെ പിടിച്ച് വലിക്കുകയാണ് ചന്ദ്ര. നാട്ടുകാരൊക്കെ കൂടി നിൽക്കുന്നത് കാണുമ്പോൾ ചന്ദ്ര അവരോടും പറയുന്നുണ്ട്, നിങ്ങൾക്കറിയോ ഇവനൊരു പെരുങ്കള്ളനാണ്. ഇവൻ്റെ അമ്മയും പെങ്ങന്മാരും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഇവനെ ഇതുപോലെ ആക്കിയത്. ഇവർ പറയുന്നത് കേട്ടിട്ടാണ് ഇവൻ ഓരോ മോഷണവും നടത്തുന്നത്. ഈ രേവതിയുടെ കല്യാണം നടത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയൂ? ബൈക്ക് മോഷ്ടിച്ച് കിട്ടിയ പൈസക്കാണ്.
ഇനിയിപ്പോൾ രണ്ടാമത്തെ പെങ്ങളും കല്യാണം കഴിക്കാറായി നിൽക്കുകയാണല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയത്. നിങ്ങളെല്ലാവരും സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരുവേ. ഇവനെയൊക്കെ പോലുള്ളവന്മാർ ഇനി ഈ സമൂഹത്തിന് ആവശ്യമില്ല. എന്നെ ഇപ്പം തന്നെ പോലീസിന് പിടിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ രേവതി പിന്നെയും കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്, അമ്മേ അവനൊരു ചെറിയ കുട്ടിയാണ്, അമ്മ അവനെ ഒന്ന് വെറുതെ വിട്, എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പറഞ്ഞ് ശരത്തിനെ വട്ടം പിടിക്കുകയാണ് കേട്ടോ. പക്ഷേ ചന്ദ്ര വിടുന്ന ലക്ഷണമൊന്നുമില്ല. ചന്ദ്ര പിടിച്ചു വലിച്ചുകൊണ്ട് പോകുക തന്നെയാണ് ശരത്തിനെ. ശ്രുതിയാണെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് പേടിച്ചു പോകുന്നുണ്ട്. ചന്ദ്രയുടെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര കൂട്ടാക്കുന്നില്ല. അവസാനം രേവതിയുടെ ഹൗസ് ഓണറൊക്കെ വരുന്നുണ്ട്. അവരും ചന്ദ്രയോട് പറഞ്ഞു നോക്കുന്നുണ്ട്, അതൊരു ചെറിയ ചെക്കനല്ലേ, തെറ്റ് ചെയ്തെങ്കിൽ പോലും ആ പ്രായം കണക്കിലെടുത്ത് വിട്ടുകൂടെയെന്ന്. ചന്ദ്ര അവരോടും പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയും, അവൻ തെറ്റ് ചെയ്തത് മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്നാണ് പണം പിടിച്ചുകൊണ്ട് പോയത്. സ്വന്തം പെങ്ങളുടെ അമ്മായിയമ്മയാണെന്ന് പോലും അവൻ നോക്കിയില്ലല്ലോ. പിന്നെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇനി ഇവനെ വെറുതെ വിടേണ്ടത്? ഇവനെ കൊണ്ടൊന്നും സമൂഹത്തിന് ഒരാവശ്യവുമില്ല. അതുകൊണ്ടേ ഇനി പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കട്ടെ, അപ്പോഴേ ഇവനൊക്കെ ബുദ്ധി വരികയുള്ളൂ. ഞാൻ എന്തായാലും ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ചന്ദ്ര കടുംപിടുത്തം പിടിക്കും.